കേരള സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഗോവിന്ദച്ചാമി. അമിത മദ്യപാനിയും ലഹരിക്കും അടിമയായ ഗോവിന്ദച്ചാമി പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്നാണ് സൗമ്യ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളത്തെ നടുക്കിയ സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കേരളീയരെ ആകെ ഞെട്ടിച്ചു. ഇയാൾ പോലീസിന്റെ പിടിയിലായി എങ്കിലും ഗോവിന്ദച്ചാമിയും സൗമ്യ വധക്കേസും വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ജയിൽ ചാട്ടത്തിന് മുൻപും ഇയാൾ ജയിലിനകത്ത് സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. ദിവസവും ബിരിയാണി ആവശ്യപ്പെട്ടും ജയിൽ മാറ്റം ആവശ്യപ്പെട്ടും ആത്മഹത്യാ നാടകവും ഇയാൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. സൗമ്യ വധക്കേസിൽ സംഭവിച്ചത് എന്താണ് എന്ന് ആദ്യം ഒന്ന് ചുരുക്കി പറയാം. അതിനുശേഷം ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സൗമ്യയെ ഗോവിന്ദച്ചാമി ആക്രമിക്കുന്നു. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ബലാത്സംഗം ചെയ്തു. 2011 ഫെബ്രുവരി 2 ഗോവിന്ദച്ചാമിയെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സൗമ്യ മരിച്ചു. 2011 നവംബർ 11 ഗോവിന്ദച്ചാമിക്ക് തൃശൂർ അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചു. 2011 തന്നെ ഡിസംബർ മാസത്തിൽ 17-ാം തീയതി വധശിക്ഷയ്ക്കെതിരെ ഗോവിന്ദച്ചാമി നൽകിയ അപ്പീൽ കേരള ഹൈക്കോടതി തള്ളി. തൃശൂർ അതിവേഗ കോടതിയുടെ വിധി ശരിവെക്കുകയും ചെയ്തു. 2014 ജൂലൈ 30 ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണോ എന്നറിയാൻ വിശദമായ വാദം കേൾക്കണമെന്നും കോടതി പറഞ്ഞു. 2016 സെപ്റ്റംബർ 8 ഗോവിന്ദച്ചാമി സൗമ്യയെ കൊന്നതിന് തെളിവുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. പ്രോസിക്യൂഷന് കോടതിയുടെ വിമർശനവും ഉണ്ടായി. 2016 സെപ്റ്റംബർ 15 സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുന്നു. ഇനി ആരായിരുന്നു സൗമ്യ? ഷൊർണൂർ മഞ്ഞക്കാട് മുല്ലക്കൽ വീട്ടിൽ സൗമ്യ കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. ബികോം പഠനവും പിന്നീട് ചേർന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും വീട്ടിലെ സാമ്പത്തിക പരാധീനത കാരണം മുടങ്ങി. ജോലിയിൽ നിന്ന് പണം സ്വരൂപിച്ച് പഠനം തുടരാൻ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിൽ സൗമ്യ ജോലിക്ക് വരുന്നത്. ഇതിനിടയിലാണ് സൗമ്യയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നത്. പെണ്ണുകാണൽ ചടങ്ങിനായാണ് 2011 ഫെബ്രുവരി 1 കൊച്ചിയിൽ നിന്ന് ഷൊർണൂർ പാസഞ്ചറിൽ സൗമ്യ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. ട്രെയിൻ ഷൊർണൂരിലെത്തുമ്പോൾ നേരം വൈകുമെന്നും സഹോദരനോട് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറയണമെന്നും അമ്മയെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു സൗമ്യ. എന്നാൽ ട്രെയിൻ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വിട്ടപ്പോൾ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായ സൗമ്യയെ ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദച്ചാമി ആക്രമിക്കാൻ ശ്രമിച്ചു. സൗമ്യയുടെ ബാഗ് തട്ടിപ്പറിക്കാനായിരുന്നു ശ്രമം. രക്ഷപ്പെടാൻ കമ്പാർട്ട്മെന്റിൽ അങ്ങുമിങ്ങും ഓടിയ സൗമ്യയെ ഗോവിന്ദച്ചാമി പുറത്തേക്ക് തള്ളിയിട്ടു. ട്രാക്കിൽ തലയിടിച്ച് രക്തം വാർന്ന വേദന കൊണ്ട് പൊളയുകയായിരുന്ന പെൺകുട്ടിയെ തോളിലേറ്റി പാളങ്ങളുടെ സമീപത്തെത്തിച്ച് ഇയാൾ പിച്ചിച്ചീന്തി. ആക്രമണത്തിൽ സൗമ്യയുടെ താടിയെല്ല് തകരുകയും പല്ലുകൾ അടർന്നു പോകുകയും ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും ക്ഷതമേറ്റിരുന്നു. കൃത്യത്തിന് ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന ശേഷമാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. 1 മണിക്കൂറിലേറെ സമയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നീട് പരിസരവാസികളാണ് കണ്ടെത്തി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപ്പാലത്തിൽ 4 ദിനം കഴിച്ചുകൂട്ടി. ഫെബ്രുവരി 6 മരണം സ്ഥിരീകരിച്ചു. പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടുമ്പോൾ ചെറുത്തുനിൽപ്പിനായി സൗമ്യ മാന്തി മുറിച്ചതിന്റെ 27 പോറലുകൾ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇനി ആരാണ് ഗോവിന്ദച്ചാമി? പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഗോവിന്ദച്ചാമി എന്ന് സൗമ്യ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഗോവിന്ദച്ചാമി, ചാർലി, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങിയ പേരുകളിൽ എല്ലാമാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം എന്നിവിടങ്ങളിലെ കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക്. തീവണ്ടിയിൽ യാത്രക്കാരിയെ ഉപദ്രവിച്ച് പണം കവർച്ച ചെയ്ത കേസിൽ സേലം കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി. എറണാകുളം ഷൊർണൂർ ഭാഗങ്ങളിൽ സൗമ്യ കൊലക്കേസിന് മുൻപും പ്രതിയെ നിരവധി തവണ നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട് കടലൂർ ജില്ലയിൽ വിരുദാചലം, സമത്വപുരം, ഐവതക്കുടി സ്വദേശിയാണ് പ്രതി ഗോവിന്ദച്ചാമി. കരസേനയിൽ നിന്ന് വിരമിച്ചയാളുടെ മകനാണ്.
ഗോവിന്ദചാമിയുടെ ഏക ബന്ധുവായി പോലീസ് രേഖകളിൽ ഉള്ളത് സഹോദരൻ സുബ്രഹ്മണിയാണ്. ഇയാൾ സേലം ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് വിവരം. ഗോവിന്ദചാമിയിൽ നിന്ന് ശേഖരിച്ച വിലാസപ്രകാരമാണ് പോലീസ് ആദ്യം തമിഴ്നാട്ടിൽ പരിശോധനയ്ക്ക് പോകുന്നത്. എന്നാൽ വിലാസം വ്യാജമായിരുന്നു. പിന്നീട് ഗോവിന്ദചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് ലഭിക്കുന്നത്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി ഇയാൾ അലയാറുണ്ട്. അമിത മദ്യപാനിയായ ഇയാൾ ലഹരിക്കും അടിമയാണ്. സൗമ്യ കേസ് കോടതിയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. തൃശൂർ അതിവേഗ കോടതിയിൽ നടന്ന സൗമ്യ കേസിന്റെ വിചാരണയിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതായി ജഡ്ജി രവീന്ദ്രബാബു പ്രസ്താവിച്ചു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് ഇതെന്ന് കോടതി കണ്ടെത്തി. കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ച ഇത്രത്തോളം ക്രൂരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഗോവിന്ദചാമിക്ക് 2011 നവംബർ 11 വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും തൃശൂർ അതിവേഗ കോടതി വിധിച്ചു. കേരള ഹൈക്കോടതി തൃശൂർ അതിവേഗ കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയുമുണ്ടായി. തൃശൂർ അതിവേഗ കോടതിയിൽ 11 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കരുതിയ വിചാരണ നടപടികൾ 5 മാസം കൊണ്ടാണ് പൂർത്തിയായത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. ആകെ 82 സാക്ഷികളെയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. 43ഓളം തുണ്ടിയും 101 രേഖകളും കേസിലേക്കായി കോടതിയിൽ സമർപ്പിച്ചു. 1000 ഏടുള്ള കുറ്റപത്രമാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചത്. എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആകെ മാറിമറിഞ്ഞു. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച തൂക്കുകയർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതിക്ക് നിഷ്പ്രയാസം അഴിച്ചെടുക്കാനായി. അപ്പീലിൽ സുപ്രീം കോടതിയിൽ കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെ വധശിക്ഷ 7 വർഷത്തെ കഠിന തടവായി കുറച്ചു. ഒപ്പം സുപ്രീം കോടതി ബലാത്സംഗ കുറ്റം അംഗീകരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഇരയോട് കാണിച്ച ക്രൂരത കണക്കിലെടുത്ത് ജീവപര്യന്തം തടവ് ശിക്ഷയും അംഗീകരിച്ചു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്നായിരുന്നു വിധി. സുപ്രീം കോടതി 6 അംഗ ബെഞ്ച് ഏപ്രിൽ 28, 2017 കേരള ഗവൺമെന്റ് നൽകിയ തിരുത്തൽ ഹർജിയും തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജിയും പ്രഗത്ഭ നിയമജ്ഞനുമായ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്സു ഈ വിധിയെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയത് അന്ന് ശ്രദ്ധേയമായിരുന്നു. ജയിലിൽ സ്ഥിരം പ്രശ്നക്കാരനായിരുന്ന ഗോവിന്ദചാമി പിന്നീടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. 2011 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചതു മുതൽ ഗോവിന്ദചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം ഇയാൾ തുടക്കത്തിൽ നടത്തിയിരുന്നു. പ്രാഥമിക കൃത്യങ്ങൾക്കായി സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റക്കൈകൊണ്ട് ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചു. ഓടിയെത്തിയ വാർഡന്മാരും സഹതടവുകാരും ചേർന്ന് പിന്തിരിപ്പിച്ച് സെല്ലിലടച്ചു. മറ്റുള്ളവരുടെ കൺമുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമം നാടകമാണ് എന്ന് പിന്നീടാണ് വ്യക്തമായത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തരീക്ഷം പിടിക്കുന്നില്ല എന്നും ബന്ധുക്കൾക്ക് വന്ന് കാണാൻ സൗകര്യത്തിന് പൂജപ്പുരയിലേക്ക് തന്നെ മാറ്റണം എന്നും ആവശ്യപ്പെട്ട് ഇയാൾ സൂപ്രണ്ടിന് ഒരു കത്ത് നൽകിയിരുന്നു. ഇതോടെയാണ് ഇയാളുടെ ആത്മഹത്യാശ്രമം ഒരു നാടകമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും വ്യക്തമായത്. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെട്ടും ഇയാൾ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. സെല്ലിനുള്ളിലെ CCTV ക്യാമറ തകരാറിലുമാക്കി. ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജ്യമെറിഞ്ഞു. ജയിൽ ആക്രമണത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദചാമിയെ 10 മാസം തടവിന് ശിക്ഷിച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുകയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത്. തുടർന്ന് 1:15 ജയിൽ ചാടി. കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി. തുടർന്ന് മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു. തുണി ചേർത്ത് കെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത്. സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ പോലീസിന്റെ പിടിയിലുമായി.